PSC എക്സാമുകളിൽ ചോദിക്കുന്ന മലയാള സാഹിത്യത്തിലെ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ പിതാവ് രാമപുരത്ത് വാര്യർ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ശ്രീകൃഷ്ണ ചരിതം. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസം. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് ആര്? കേരളവർമ്മ വലിയകോയിത്തമ്പുരാൻ. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപ്പൂവ്. മലയാളത്തിലെ ആദ്യ പരിസ്ഥിതി കവിത കുറ്റിപ്പുറം പാലം. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്രവിലാസം. മലയാളത്തിലെ ആദ്യ നാടകം മലയാള ശാകുന്തളം. മലയാളത്തിലെ ആദ്യ ആത്മകഥ ഏത്? ആത്മകഥ. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത. ആദ്യമായി മലയാള ഭാഷയിൽ അച്ചടിച്ച പുസ്തകം സംക്ഷേപ വേദാർത്ഥം. ഇന്ദുലേഖ എന്ന കൃതിയുടെ കർത്താവ് ഒ. ചന്തുമേനോൻ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ സാമൂഹിക നോവലാണ് ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ ഭാസ്കരമേനോൻ. അംബേദ്കർ കഥാപാത്രമായ എം. മുകുന്ദന്റെ നോവൽ ഏത്? പുലിയപ്പാട്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവൽ പാറപ്പുറം. അരങ്ങുകാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? തിക്കൊടിയൻ. ഭീമൻ കഥാപാത്രമായി വരുന്ന എം. ടി. വാസുദേവൻ നായരുടെ നോവൽ രണ്ടാമൂഴം. പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി രചിച്ച നോവൽ തലയോട്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാർ. മലയാളത്തിലെ ആദ്യ വ്യാകരണഗ്രന്ഥം എഴുതിയത് ആര്? ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യ സംഗീത നാടകം ഏതാണ്? സംഗീത നൈഷധം. അടരുന്ന കാക്കകൾക്ക് ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? യാത്രാവിവരണം. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ലീല നമ്പൂതിരിപ്പാട്. വയനാട്ടിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കിയ നോവൽ മാവേലി മൺറം. കേരള ഇബ്സൺ. എൻ. കൃഷ്ണപിള്ള. ഇന്ദിരാഗാന്ധി വധം പ്രമേയമാക്കിയ മലയാളത്തിലെ ചെറുകഥ വൻമരങ്ങൾ വീഴുമ്പോൾ. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. കേരള തുളസീദാസ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാവികൃതി. മലയാളത്തിലെ സ്പെൻസർ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി. മാധവൻ നായർ. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവൽ അവകാശികൾ. ബുദ്ധൻ കഥാപാത്രമാകുന്ന ആശാന്റെ ഖണ്ഡകാവ്യം ചണ്ഡാല ഭിക്ഷുകി. സൂര്യ നമ്പൂതിരിപ്പാട് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഇന്ദുലേഖ. കുടിയേറ്റം പ്രമേയമാകുന്ന ആദ്യ മലയാള നോവൽ വിഷകന്യക. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ. സ്നേഹിക്കയില്ല ഞാൻ നൊവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികളാണിത്? വയലാർ. എസ്. കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഒരു ദേശത്തിന്റെ കഥ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗതകുമാരി. പ്രഥമ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പാലാ നാരായണൻ നായർ. ഭാനു സിൻഹ എന്ന തൂലികാനാമം ആരുടേതാണ്? ടാഗോർ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി ആര്? കുമാരനാശാൻ. എൻഡോസൾഫാൻ ദുരന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നോവൽ എൻ മഗജെ. പ്രവാസികളുടെ ജീവിതം പ്രമേയമാക്കി ബെന്യാമിൻ രചിച്ച നോവൽ ആടുജീവിതം. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ കയർ. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന പുസ്തകം രചിച്ചത് M.K. സാനു. കേരളത്തിൽ ആദ്യമായി സരസ്വതി സമ്മാനം നേടിയത് ബാലമണിയമ്മ. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? PC കുട്ടിക്കൃഷ്ണൻ. അരനാഴിക നേരം ആരുടെ കൃതിയാണ്? പാറപ്പുറം. കോവിലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി തട്ടകം. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി. കുഞ്ഞിരാമൻ നായർ.
ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്